ഓണപ്പാട്ടിന് താളം തുള്ളുന്ന തുമ്പപ്പൂവിൻ്റെ ദിവസം. ഇന്നാണ് ഹാപ്പി ഓണം ഗൈസ്. പക്ഷെ നമ്മൾ നാട്ടിൽ പോകാതെ ബാംഗ്ലൂർ തന്നെയാണ്. കാരണം എന്താണ്, നാടിങ്ങോട്ട് വരുന്നില്ല, വീട്ടുകാരിങ്ങോട്ട് വരുന്നു. അപ്പോൾ അവരെ വിളിക്കാൻ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. അപ്പോൾ വെൽക്കം ടു ബാംഗ്ലൂർ. ഇവരെന്തായാലും വീഡിയോയിൽ അധികം സംസാരിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ട് എവിടെയൊക്കെ പോകുന്നു എന്ന് മാത്രം നമുക്ക് വീഡിയോ എടുക്കാം. ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ, രസമല്ലേ. ഞാൻ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നു IDC. നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവുകയാണ്. നമ്മൾ മടിവാള എത്തിയിരിക്കുകയാണ്. നേരെ ഓണസദ്യ മടിവാള സേവറിയിൽ നിന്നും അവിടെ നമുക്ക് കളഞ്ഞു കിട്ടിയിരിക്കുകയാണ്. അവിടെ ഒരാൾക്ക് ഓലം വന്നു, തോരൻ വന്നു, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉടനെ വരും. ഓണത്തിനിടാൻ പറ്റിയ പാട്ടാട്ടോ. ഓണസദ്യ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ സദ്യ കഴിഞ്ഞിട്ട് ലാൽബാഗിൽ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവരെ കൊണ്ട് ലാൽബാഗിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫുൾ കറങ്ങി. പക്ഷെ അന്ന് നഴ്സറി ക്ലോസ്ഡ് ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ നഴ്സറിയിൽ മാത്രം ചെടികളൊക്കെ നോക്കിയിട്ട് പോകാൻ പറ്റി വന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഹൃദയപൂർവ്വം കാണാനായിട്ട് വീട്ടുകാരോടെ അപ്പോൾ നമ്മൾ സിനിമ എല്ലാം കഴിഞ്ഞ് SG പാളയുടെ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ മൈസൂർ പോകാനായിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ ഹൃദയപൂർവ്വമൊക്കെ കണ്ട് തിരിച്ച് വന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. ഇനി നമ്മൾ അടുത്ത ദിവസം രാവിലെ മൈസൂർക്ക് പോകും. നമ്മൾ പോകുന്ന വഴിക്ക് മധുർ ടിഫാനീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫേമസ് മധുർ വട കഴിക്കാനായിട്ട് കയറാനായിട്ട് നമ്മൾ പോവാണ്. ഇതാണ് മധുർ വട. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉള്ളിവടയും പരിപ്പുവടയും കൂടെ ചേർന്ന പോലെ തോന്നും അല്ലേ? അമ്മ കഴിച്ചിട്ട് എന്താ തോന്നുന്നത്? കഴിക്കും. അച്ഛന് കഴിച്ചിട്ട് എന്താ തോന്നുന്നതിനെ പറ്റി? അല്ല, ഉള്ളിവടയും പരിപ്പുവടയും കൂടെ ചേർന്ന പോലത്തെ സാധനം അല്ലേ? കൊള്ളാം, കുഴപ്പമില്ല. ഇത് നോർമലും ഇത് സ്പെഷ്യലും. പക്ഷെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നു. എന്താ വ്യത്യാസം? നോർമലിൽ കശുവണ്ടി കാണത്തില്ല, സ്പെഷ്യലിൽ കശുവണ്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ചായയും വടയും കഴിച്ച് തിരിച്ച് മൈസൂർക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഒരു കുതിരവണ്ടിയെ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ മൈസൂർ പാലസിൻ്റെ പാർക്കിങ്ങിൽ സേഫായി വണ്ടി എടുത്ത് നേരെ പാലസിലേക്ക് നടക്കുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആളിനൊന്നും ഒരു കുറവുമില്ല, നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ട്. മൈസൂർ പാലസിൻ്റെ അന്തർധാരയിലേക്ക് ഞങ്ങളിതാ നടന്ന് കയറുകയാണ്. നടന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി. 12ാം ക്ലാസ്സിലെ ടൂറിനായിരുന്നു ഞാൻ ഇതിന് ലാസ്റ്റ് ഇവിടെ വന്നത്. നടന്ന് ഞാൻ കണ്ടത് മേൽക്കൂര വരെ മുട്ടി നിൽക്കുന്ന പടുകൂറ്റൻ തൂണുകളാണ്. പിന്നീട് രാജാവിൻ്റെ കസേരയും മറ്റും നിരത്തിയിട്ടിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഴയായി. ഇവിടെയാണെന്ന് തോന്നുന്നു നാഗവല്ലി രാമനാഥനോട് ഡാൻസ് കളിച്ച നമുക്ക് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങൾ. നമ്മൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിനകം മൊത്തം ചുറ്റിക്കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്.
ഇപ്പം നമ്മൾ കുറച്ച് ക്യൂ ഒക്കെ നിന്ന് ലഞ്ച് കഴിക്കാനായി RRR എന്ന ഫേമസ് റെസ്റ്റോറൻറ്റിലായിരിക്കും. മട്ടൻ ബിരിയാണി കഴിക്കാം. മട്ടൻ ബിരിയാണി, മട്ടൻ ഫ്രൈ. അപ്പോൾ നമ്മൾ RRR എന്നുള്ള ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നേരെ അടുത്ത മൈസൂർ സൂവിലേക്ക്. അപ്പോൾ നമുക്ക് എൻട്രൻസിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് ബഗ്ഗി റൈഡ് എടുത്ത് സൂ കാണാൻ പോകാം. കപ്പലിൻ്റെ മുട്ട കഴിക്കും കേട്ടോ. അല്ല അപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്. ഖജറാം പത്തൊന്നല്ല ലവ് ബേർഡ്, വെള്ള മയിൽ, പീകോക്ക്, മയിൽ. വെള്ള മയിലിനെ കാണും. ഇവിടെ വേറെ സാധാരണ മയിൽ, പക്ഷേ ഈ മയിലിൻ്റെ കളറൊക്കെ കൊഴിഞ്ഞു പോയല്ലോ. ഇതാണിത്. മയിലിന്റെ മാമന്റെ മോനം തോന്നി. എന്തോ ഒരു പേര് കാണാൻ. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, കോഴി പോലത്തെ വേറൊരു മക്കൾ അല്ലേ. വണ്ടി കൂടെ നമുക്ക് കടുവേനെയും പുലിനെയൊക്കെ കാണാം. ഇതെല്ലാം നമുക്ക് ശരിക്കുള്ള കാണാം. റാംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുക പുള്ളി. എല്ലാവർക്കും കാണാൻ വേണ്ടി കറക്റ്റ് സൈഡിൽ കൂടെ തന്നെ നടക്കുന്നത്. ഇത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. അവിടെ ഒരാളും കൂടെ വിളിച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ആളെ കാണാൻ പോവാം. ആ മോനെ, റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമുക്കിനി കാട്ടിലെ രായാവിനെ കാണാം. രായാവ് കിടന്നിട്ടുണ്ട്. ചിലപ്പോൾ വീഡിയോ പറയാം. ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു വിഷയമാണ്. ഇവിടെ ഒരാൾ പുല്ലൊക്കെ നിന്ന് പറിക്കുന്നുണ്ട്. സൂ എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ. ഇനി ബൃന്ദാവൻ ഗാർഡൻസ് പരിപാടിയൊന്നും കയറുന്നില്ല. 6:30 നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ അങ്ങനെ മൈസൂരിൽ നിന്ന് തിരിച്ചു വന്ന് അടുത്ത ദിവസം വൈകിട്ടായിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നേരെ പോകുന്നു കൊമേഴ്സ്യൽ സ്ട്രീറ്റിലേക്ക്. കുറച്ച് നേരം ഇവിടെ തെണ്ടിത്തിരിയുക, എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കുക, തിരിച്ചു ബാംഗ്ലൂർ വന്നിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ലഞ്ച് കഴിക്കാനായിട്ട് മാംഗ്ലൂർ പേളിൽ വന്നിരിക്കുകയാണ്. തിങ്കളാഴ്ച മാംഗ്ലൂർ പേൾ അവധിയാണെന്ന് അറിയാതെ കയറി വന്നതുകൊണ്ട്, അതില്ലാത്തതുകൊണ്ട് അതിന് മുകളിലുള്ള വാട്സൺസിൽ കയറി ഫുഡ് കഴിക്കാൻ നോക്കും. നമ്മൾ ഫിഷ് താലിയും വെജ് താലിയും ഒക്കെ പറഞ്ഞ് ഇനി അത് കഴിക്കാം. കുറച്ച് പോർക്കും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫൺ വേൾഡിലെത്തി. ഇവിടെ നമുക്ക് ഫൺ വേൾഡിൽ കയറുന്നില്ല, നമ്മൾ ആകെ അപ്പോൾ നമുക്ക് അക്വേറിയം പാരഡൈസിൽ മാത്രമേ കയറുന്നുള്ളൂ.
അക്വേറിയത്തിനാണോ വരണം എന്ന് പറഞ്ഞത്? കുറേ മീനല്ലേ ഉള്ളൂ. നല്ല കളർഫുൾ മീനുകൾ, പല പല നിറങ്ങളിൽ. ശരിക്കുള്ള ചെടികളാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു. ഡിസ്കസ് എന്ന് പറയുന്ന മീനാണ്. പച്ചക്കൊമ്പനിൽ വെച്ച് എന്ത് ബാക്കി പറഞ്ഞിട്ട് വെറൈറ്റീസ് ഓഫ് ജെല്ലി ഫിഷുകളുണ്ട്. ലൈറ്റിംഗ് ഒക്കെ കൊടുത്തുള്ള രസമുണ്ട്. മെട്രോ ഇല്ല, ബുധനാഴ്ച ശനിയാഴ്ച മാത്രമല്ല. അപ്പോൾ വീക്ക് ഡേ 400-ഉം വീക്കെൻഡ് 500-ഉമാണ്. അതിനുള്ള ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ. ഇതിപ്പോൾ എത്ര ഒരു അരമണിക്കൂർ കാണാനുള്ളേ ഉള്ളൂ, അല്ല കാര്യമായിട്ടൊന്നും ഇല്ല. ഇനി ഇവിടെ ഒരു കോഫിയും കഴിക്കാനുള്ള സംഭവമുണ്ട്, വേണം നമുക്ക് അത് കഴിക്കാം. എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് കയറുന്നവരെ കാണാൻ നടക്കില്ല, നേരെ എക്സിറ്റ്, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇവിടെ ബുധനാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു മെർമെയ്ഡ് ഷോ ഉണ്ട്. നിർഭാഗ്യവശാൽ ഇന്നതില്ലാതെ ബാംഗ്ലൂരിന് ഇവിടെ പറഞ്ഞ ഇവർ നാട്ടിലേക്ക് പോവുകയാണ്. ശരി, ഇവരെ ട്രെയിനിൽ കയറ്റി വിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതോടുകൂടി ഈ വ്ലോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.